മക്കളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോകാൻ ഒരുങ്ങുക കണ്ടില്ലേ. ആ സമയത്ത് ടിൻറ്റുമോൻ വന്നെൻ്റെ പുറകെ കിടക്കുക. അമ്മ ഞങ്ങളെ ഇട്ടിട്ട് പോവാണോ ഞങ്ങളെ ഒറ്റയ്ക്ക്. ആ സമയത്ത് കണ്ട രസമ്മോള് ഓടി വന്ന് അവൻ്റെ കൂടെ കിടക്കുക. ഞാനും ഉണ്ട് ചേട്ടാ. ഇവരെന്നും ഇങ്ങനെ നമ്മളെ ഇട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി വരും. അമ്മ എന്ത് ചെയ്യാനാ, ഞാൻ ഓടിച്ച് പുറത്തു വിട്ടതാ ടിൻറ്റുമോനെ. അമ്മച്ചി ചേച്ചി അച്ഛനും എല്ലാം കണ്ട് ഒഴുകി പോകാനാണ് കണ്ടില്ല. കഷ്ടം എന്താ ചെയ്യാൻ, നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ? കണ്ടില്ലേ. രസമോള് സഖിട്ട് പറയാം, ഞാൻ എന്നാൽ ഇവിടോട്ട് ഇരിക്കാം, വിടരുത്, നമുക്ക് ഇവരെ വിടരുത് ചേട്ടാ എന്നും പറഞ്ഞേണ്ട പുള്ളിക്കാരത്തി ആ മൂലയ്ക്ക് വന്ന് ഇരിക്കുകയാണ്. ആ ഭിത്തിയോട് ചേർന്ന് അന്നാന്ന് പോകുന്നതെന്ന് കാണണമെന്ന്. അപ്പോൾ ടിൻറ്റുമോനും അടുത്തിങ്ങനെ കിടക്കുകയാണ്. മക്കളെ ഞങ്ങളെ നമ്മുടെ കുഞ്ഞുണ്ടല്ലോ, എൻ്റെ ചേട്ടത്തിയുടെ കൊച്ചുമോള് കുഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. കുഞ്ഞിനെ കാണണം, പിന്നെ പാറുവിന് പനി, പാറുവിനെ കാണിക്കണം. അപ്പം ഞങ്ങൾ പാനൊരുങ്ങിയപ്പം രണ്ടാള് എൻ്റെ കീഴിലിങ്ങനെ കിടക്കുക കണ്ടില്ലേ. പ്രതിഷേധമാണ്. അമ്മ ഞങ്ങളെ ഇട്ടിട്ട് ഞങ്ങളെ രണ്ടുപേരെ ഇട്ടിട്ട് പോയിട്ട് നിങ്ങൾ എപ്പോഴാണ് വരുന്നത്, ഞങ്ങൾ വിശന്ന് ഇവിടെ കിടക്കത്തില്ലേ. കണ്ടില്ലേ, ഒരുത്തൻ തളർന്നും കിടന്നു കണ്ടോ. കണ്ട ഒരുത്തി എൻ്റെ സാരി ഉടുപ്പിക്കുന്നെ, ഒരുത്തി എൻ്റെ സാരിയാണ് വലിച്ചു പറിക്കുന്നത്. ഇതാ കണ്ടില്ലേ, എന്തോ വേണം. എന്താ രണ്ടുപേരും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മച്ചിയുടെ സാരി വലിച്ചു പറിക്കുന്നുണ്ടോ. അമ്മച്ചിക്ക് ഈ സാരിക്ക് ബ്ലൗസ് ഒട്ടും ചേരുന്നില്ലെന്ന് പറയുക അവള്. കാരണം ബ്ലൗസ് തയ്ച്ചില്ല, ഉള്ള ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതല്ലേ മോനെ. മതി അമ്മച്ചി പോട്ട് പറഞ്ഞേ, സാരിയും കൂട്. ഇതാ രണ്ടുപേരും ഇവിടെ കിടക്കുക. കതക് ഞാൻ തുറക്കുന്നതിന് മുമ്പേ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ടേ കഥ തുറക്കത്തുള്ളൂ, അല്ലെ ടിൻറ്റുമോൻ ഇറങ്ങി ചാടും. കണ്ടില്ലേ, രണ്ടുപേരും പാവങ്ങൾ ഇവിടെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ. മോൻ അവിടെ ഇരുന്നു. ആ രസമോൾ അവിടെ ഇരുന്നോട്ടാ, രസക്കുഞ്ഞ് അവിടെ ഇരുന്നോട്ടാ. ചക്കര അമ്മച്ചി പോയിട്ട് വരട്ടെ, പോട്ടെ ടാറ്റാ. മൈൻഡ് ചെയ്യാത്തുണ്ടോ?